ഫേമസ് ആയ കുറേ ആഡ് ഫിലിംസ് ഡയറക്റ്റ് ചെയ്ത ഒരാളാണല്ലോ സർ. അപ്പോൾ എങ്ങനെയാണ് ഒരു ആശയം ഉണ്ടാവുന്നതും അതിനെ സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവരുന്നതും? ആഡ് ഫിലിം എന്താ പറയുക, ആഡ് ഫിലിം ചെയ്യുമ്പോൾ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും, പേടിയുണ്ടാവും. പിന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങി പിന്നെ ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു ഇതിലോട്ട് പോകണം. ഇടയ്ക്ക് വരെ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. കാര്യം അത് നിങ്ങൾക്കറിയാലോ, ഒരു ആഡ് ഫിലിം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൺസെപ്റ്റിനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടൈം ഫ്രെയിമിലേക്ക് കൊണ്ടുവരികയാണ്. ലൈക്ക് സെക്കൻഡ്സ്. നമ്മളൊരു ഫിലിം പറയുന്ന ഒരു ഫ്രീഡം അവിടെ കിട്ടുന്നില്ല. ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ്സ് അല്ലെങ്കിൽ 10 സെക്കൻഡ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിനെ കൊണ്ടുവരുന്നു. എന്നാൽ അതേസമയം അതിലേക്ക് വരുന്ന എക്സ്പെൻസുകൾ അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന കമ്പോണൻസ് ഓൾമോസ്റ്റ് സെയിമുമാണ്. അതിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാവും, അതിലേക്ക് മറ്റുള്ള എഫക്ട്സും പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, കോസ്റ്റ്യൂംസ്, സ്റ്റൈലിസ്റ്റ്, എല്ലാ കാര്യങ്ങളും അതിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം വരുന്നത് ഈ ഒരു ചെറിയൊരു ഡ്യൂറേഷൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ യു ക്യാൻ ഇമാജിൻ അല്ലേ, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു റീതിങ്കിങ്ങിനോ അല്ലെങ്കിൽ റീവർക്കിനോ അല്ലെങ്കിൽ സമയമില്ല. ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. കാരണം ഇവരെല്ലാവരും നമ്മൾ ഹയർ ചെയ്യുന്നതാണ്, ഓരോരുത്തർ സമയവും നമ്മൾ ഹയർ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ഒരു ദിവസം റീടേക്ക് എടുക്കാനുള്ളൊരു അവസരം അതിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പ്രിയംറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ കുറേ എടുക്കണം. ഒന്ന്. രണ്ട്, ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയും ഷുഡ് ബി ഫൈൻ, റൈറ്റ്, ഓക്കെ എന്ന് പറഞ്ഞാൽ അവരാണ് പോകും. നേരെ മറിച്ച് മറ്റുള്ള ആഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രിൻ്റ് ആയിട്ടുള്ള ആഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറേ ടു ആൻഡ് ഫ്രോ കാര്യങ്ങളുണ്ട്. ഒന്ന് ശരിയായില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷ്വൽ മാറ്റാം, പലതും ചെയ്യാം, ഇതൊന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ ഐ ഫൗണ്ട് ദാറ്റ് ആസ് ലൈക്ക് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടും അതേസമയം ഒരു റിസ്ക് ആയിട്ടും ഒരു അഡ്വഞ്ചറസ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ രണ്ട് തരം ആഡ് ഫിലിംസ് ഉണ്ട്. ഒന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ പ്രോഡക്ട്സ് കാണിച്ചിട്ടോ അല്ലെങ്കിൽ റൈറ്റ് ഓൺ ടു ദ സബ്ജക്റ്റ് അതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആഡ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ജ്വല്ലറി ആണെന്നുണ്ടെങ്കിൽ ജ്വല്ലറി കാണിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മറ്റേതിനും പ്രൊഡക്ട്സ്, ഇപ്പോൾ പെർഫ്യൂം ആണെന്നുണ്ടെങ്കിൽ നേരെ പ്രോഡക്റ്റ് ഷോട്ടിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കാണിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഞാൻ ചെയ്ത ആഡ്സ് അധികം ആണെന്നുണ്ടെങ്കിൽ ഒരു ഹുക്ക് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റഫേഴ്സ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഇത്, അതാണ് എനിക്ക് ഇഷ്ടം. അത് തന്നെയാണ് ഒരു വേറൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഇതെന്താണ് എന്ന് ഒരു വ്യൂവറിനെ ആദ്യം രജിസ്റ്റർ ചെയ്യാൻ 2-3 സെക്കൻഡ്സ് എടുക്കും. പിന്നെ ആ വ്യൂവറിനെ ആ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സിലേക്ക് അതിനെ മെർജ് ചെയ്യിക്കുക അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡ് ചെയ്യിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കഴിയുമ്പോൾ നമ്മളെ കോൺസെപ്റ്റ് അംഗീകരിക്കപ്പെടും. അങ്ങനെ അത് കഴിയുമ്പോൾ വ്യൂവറിൻ്റെ ഉള്ളിൽ കാണുന്ന ആഡ് കാണുന്ന അല്ലെങ്കിൽ ടി വിയിലാണെന്നുണ്ടെങ്കിലും സ്ക്രീനിലാണെന്നുണ്ടെങ്കിലും കാണുന്ന ആളുടെ മനസ്സിൽ അല്ലെങ്കിൽ മുഖത്തിൽ പുഞ്ചിരി വരും, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ആ ബ്രാൻഡിൻ്റെ റീകോൾ വാല്യൂ ഉണ്ടാവും. റീകോൾ വാല്യൂ പറയുമ്പോൾ ജസ്റ്റ് അത് ആ ഓർമ്മ ഉണ്ടാവും, ഇന്ന ആഡ് കണ്ടൊരു ഓർമ്മയുണ്ട്, അതുണ്ടാവും. മറ്റേതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് കാണുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭംഗിയല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കാണിക്കുമ്പോൾ ഒട്ടുമിക്ക എല്ലാ ആഡ്സും അങ്ങനെയല്ലേ കാണുമ്പോൾ. ഇപ്പോൾ അപ്പാരൽസ് ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെയാണെന്നെങ്കിലും അതിൻ്റെ പിന്നെ എന്താ പറയുക ബ്യൂട്ടി അല്ലെങ്കിൽ ഇത്ര കാണിക്കുക അലോങ് വിത്ത് മോഡലിൻ്റെ അല്ലേ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ കുറേ ആഡ്സ് അതേപോലെ ഉണ്ടാകുമ്പോൾ ഒരു ക്ലട്ടർ ബ്രേക്കറായിട്ട് തോന്നാൻ സാധ്യത കുറവാണ്. അപ്പോൾ അല്ലെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യില്ല, അപ്പോഴേക്ക് വേറെ ആഡ് വരും. ഇത്തരം ആഡ്സ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രസകരമായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. അതോടൊപ്പം തന്നെ അത് ആഡ് എൻ്റെ ഒരു 50-50 ചാൻസാണ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ. അത് അപ്രൂവ് ആവുമോ അല്ലെങ്കിൽ ഇത് നമ്മൾ വിചാരിച്ച രീതിയിലാവുമോ, അല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും വരെ പാടിച്ച് പറ്റുമോ. ഷൂട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു 50% മാത്രമേ ആവുന്നുള്ളൂ. അതിനുശേഷം വരുന്ന പ്രീ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എഡിറ്റിംഗ് ടേബിളിൽ എങ്ങനെയൊക്കെയാണ് അതിനെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണ് കോൺസെപ്റ്റിനെ ഒരു സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒബ്വിയസ്ലി ഇപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആഡ് ഫിലിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റിൻ്റെ സാധ്യത എന്ന് പറയുന്നത് വളരെ ക്രിസ്പാണ്. ഒരു ത്രൂ ഔട്ട് ഡയലോഗ്സും കുറേ ഒന്നും ഉണ്ടാവില്ല. അവിടെ ഒരു ആസ് എ ഡയറക്ടർ അല്ലെങ്കിൽ നമ്മളെങ്ങനെ കൺസീവ് ചെയ്തെന്ന് വെച്ചാൽ അവിടെ കുറേ സൈലൻസ്, അൺസെറ്റ് വേർഡ്സ് ഉണ്ടാവും. അൺസെറ്റ് വേർഡ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ജസ്റ്റേഴ്സ്, ചില നോഷൻസ് അല്ലെങ്കിൽ ചില മൂവ്മെൻറ്റ്സ്, ചിലത് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുള്ള സംഭവങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ മെറ്റഫേഴ്സ് വെച്ചിട്ട് പാൻ ചെയ്യുന്നു,
അതൊക്കെയാണ് ഇത് ബ്യൂട്ടിഫൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ചില ആഡ്സ് റെഫർ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇവിടെ പിന്നെ നമ്മൾ മറ്റുള്ള കോപ്പിറൈറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്ന് വെച്ചാൽ ഏറ്റവും രസകരമായിട്ട് സംഭവം അൺസെഡ് വേർഡ്സ് ആണ്. എന്ന് വെച്ചാൽ ആ ഡയലോഗ് പറയാതെ തന്നെ അവരുടെ ക്ലോസപ്പിലുള്ള എക്സ്പ്രഷൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ചില നോട്ടങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ അത്തരം സംഭവങ്ങൾ, അത് വളരെ മനോഹരമായിട്ട് പിന്നെ ഇത് ചെയ്യാൻ പറ്റും. അത്തരം സംഭവം ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഉള്ളൊരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് ആ മോഡലിനെ നമ്മൾ ചില മോഡൽസ് പെട്ടെന്ന് അത് കൺസീവ് ചെയ്യും, അത് നന്നായിട്ട് പെർസീവ് ചെയ്ത് നമുക്ക് എക്സ്പ്രഷൻ തരും. നേരെ മറിച്ച് ചില ആൾക്കാർ പാനിക്കാവും ക്ലോസപ്പ് ഷോട്ട് ആകുമ്പോൾ. പാനിക്കാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി കോൺഷ്യസ് ആവും, ബോഡി കോൺഷ്യസ് ആവും. അപ്പോൾ ഒരു നാച്ചുറൽ ഫ്ലോ അല്ലെങ്കിൽ അത്രയും എന്താ പറയുക, അത്രയും കഴിവുള്ള കാലിബറുള്ള മോഡൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ തന്നെ സാധാരണ മോഡൽസൊക്കെ ക്ലോസപ്പ് ഷോട്ട്സിന് അവർ ചിലപ്പോൾ ഇതാവും. കാരണം ചിലർക്ക് ചില ആംഗിൾസ് ഉണ്ടാവും, ചിലർക്ക് ചില ജസ്റ്റേഴ്സ്, അവരുടേതായ മാനറിസംസ് ഉണ്ടാവും. ആ മാനറിസംസിനെ നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാതെങ്കിൽ അതും വളരെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ആഡ് ഫിലിം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ മൊബൈലിൽ കണ്ടമാന ആപ്സും കാര്യങ്ങളും നമുക്ക് പല രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്. പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ വി ഹാവ് ടു ബി ക്ലിയർ വാട്ട് വി ഗോണ ഡു, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പല രീതിയിൽ പല ഇന്ന് ചെയ്യാം. അതേസമയം തന്നെ ഇന്നത്തെ ടെക്നോളജീനെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആക്കിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓപ്ഷൻസ് ആയിട്ടോ പല രീതിയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ആഡ് ഫിലിംസിൽ ഞാൻ എപ്പോഴും എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ളതും അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഉള്ളത് എന്ന് പറയുന്നത് വളരെ ഡിസ്റപ്റ്റീവായിട്ട്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ചില കോൺസെപ്റ്റ് എന്ന് വളരെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. മറ്റു പറഞ്ഞാൽ ലെയറിങ് ആണ്. ലെയറിങ് ആണ് കൂടുതൽ വരുന്നത് ഫാൻറ്റസി, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ജ്വല്ലറി പ്രോഡക്ട്സ്, അല്ലാന്നുണ്ടെങ്കിൽ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ആകുമ്പോൾ ഇറ്റ്സ് അബൌട്ട് ഫാൻറ്റസി. നമ്മളൊരു വേറെ ആളുടെ നമ്മളുടെ വേറൊരു കാൽപ്പനിക തലത്തിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടെ കുറച്ചും കൂടി കളേഴ്സായിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ വട്ട് യു കോൾ ഇറ്റ്, ഹ്യൂസ് ആയിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ, അല്ലെങ്കിൽ നൈസ് റെൻഡിഷൻ ഓഫ് കളേഴ്സ്, മ്യൂസിക് ആൻഡ് എക്സ്പ്രഷൻസ്. ഈ 3 കാര്യങ്ങൾ കൂടിയാണ് ഈ എന്തുണ്ടാവുന്നത്, ബ്യൂട്ടി കോൺസെപ്റ്റ് ഉണ്ടാവുന്നത്. അത് കണ്ടിട്ടാണ് നിങ്ങളെപ്പോലെ ചിലപ്പോൾ ഫീമെയിൽ പ്രത്യേകിച്ചും ഈവൻ ലൈക്ക് അവരുടെ ഒരു ഫാൻറ്റസിയിലേക്ക് അവർ പുള്ള് ചെയ്യാണ്. അപ്പോൾ അതിലൊക്കെ എഡിറ്റിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അറിയുന്ന ആൾക്കാരായിരിക്കണം ഇത് ഡയറക്റ്റ് ചെയ്യുന്നതും കൺസീവ് ചെയ്യുന്നതും സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നതും. കാരണം ടിൽ ലാസ്റ്റ് കട്ട് വരെ അവരുടെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാതെ അവർ കൂടെ ഇരുന്ന് അല്ലാതെ ഇത് അങ്ങനെ ചെയ്യുമെന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പോകാൻ പറ്റില്ല. സോ കാരണം ഞാൻ പറഞ്ഞില്ലേ, ഓരോ സെക്കൻഡ്സും, ഓരോ മൈക്രോ സെക്കൻഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ആഡ് ഫിലിമിൽ. ആൻഡ് ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ആഡ് ഫിലിം.